ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പങ്കുവച്ചു, നമ്മൾ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിർബന്ധ ബുദ്ധികളും നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് ചെറുപ്പകാലങ്ങളിലുള്ള അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ ചെയ്യുന്ന പോലെ ആവില്ല നമുക്ക് ആരോഗ്യം ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ മക്കൾ, ചിലപ്പോൾ മക്കളായിരിക്കും നമ്മളെ നോക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹോം നേഴ്സ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും. അങ്ങനെയൊക്കെ സംഭവിക്കില്ല, എന്നാലും നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുക. നമുക്ക് എങ്ങനെയാണ്, ആർക്കാണ്, എപ്പോഴാണ്, എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ നോക്കുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ തൃപ്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരണം എന്നില്ല. അപ്പോൾ അത് നോക്കുന്നത് തന്നെ ഭാഗ്യം എന്ന് ചിന്തിച്ച് നമുക്ക് ജീവിക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പലരും നാടൻ ഭാഷയിൽ പറയുമ്പോൾ പറയും, ആ മകൻ അല്ലെങ്കിൽ ആ മകള് ആ തന്തയെ നോക്കണില്ല അല്ലെങ്കിൽ ആ തള്ളയെ നോക്കണില്ല എന്ന് പറയുന്നത് പലരും കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കാത്ത മക്കളും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഇതായി പറയല്ല, നോക്കാത്ത മക്കളുണ്ട്, നോക്കുന്ന മക്കളുണ്ട് കേട്ടോ. അപ്പോൾ എത്ര നന്നായി നോക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തൊക്കെ കഷ്ടങ്ങളും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അസുഖങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വകവെക്കാതെ നമ്മൾ നമ്മുടെ പ്രായമായ അച്ഛനെ, അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോക്കുന്നതിൽ ഇതുപോലെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന പ്രായമായവരാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് നോക്കുന്നതിനായിട്ട് കേട്ടോ. അപ്പോൾ പ്രായമുള്ളവരെ നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നോക്കുന്നവർക്കാണ് അതറിയാം. നമുക്ക് കഷ്ടതകൾ കൂടും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാശി കൂടും. അവരുടെ ചില ഇഷ്ടാനിഷ്ടങ്ങൾ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ള അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയും വേണ്ട കേട്ടോ. അവർക്ക് നല്ല തൻ്റെടും അതുപോലെ തന്നെ അവരുടെ കാര്യപ്രാപ്തിയും അവർ ഫ്രീഡമായിട്ട് ജീവിച്ചിട്ടുള്ള ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുമ്പോൾ ദേഷ്യം എല്ലാം കാണിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഓർമ്മക്കുറവും കാര്യങ്ങളാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. പിന്നെ ഏറ്റവും നന്നായിട്ട് നോക്കുന്ന വ്യക്തി മകനോ മകളോ ആരോ ആയിക്കോട്ടെ, ആ വ്യക്തിയോടാണ് ഈ പ്രായമായ വ്യക്തിക്ക് ദേഷ്യം അതുപോലെ തന്നെ ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ നോക്കുക, ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട രീതിയിൽ മെഡിസിനുകളാണെങ്കിലും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെയ്യരുത്, ഇതിങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്നുള്ളത് നിർബന്ധ ബുദ്ധിയോട് കൂടി പറയുന്നത് ഈ നോക്കുന്ന വ്യക്തിയാണ്. അതായത് മകനോ മകളോ ആരോ ആയിക്കോട്ടെ ആ വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയോടാണ് ഈ പ്രായമായ വ്യക്തികൾക്ക് വൈരാഗ്യ ബുദ്ധിയോട് കൂടി പെരുമാറുക. ചിലപ്പോൾ ശാരീരികമായ ഉപദ്രവങ്ങൾ തന്നെ അവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഓർമ്മക്കുറവുള്ളവരുടെ കാര്യം വെച്ചാൽ പറയും വേണ്ടല്ലോ. മെഡിസിനാണെങ്കിലും ഭക്ഷണമാണെങ്കിലും കൊടുത്താലും കൊടുത്തില്ല എന്ന് പറയും, കുളിച്ചാലും കുളിച്ചില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവരെ നോക്കിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അത് നോക്കുന്നവർക്ക് തന്നെ അറിയുള്ളൂ. പുറമേന്ന് പറയുന്നവർക്ക് പറയാം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയുന്നവർക്ക് പറയാം. പുറമേന്ന് ഒരാൾ പറയാണ്, ഓ ആ പാവം, നാടൻ ഭാഷയിൽ ഇങ്ങനെ തന്നെ പറയാം, ആ പാവം ആ തള്ള അല്ലെങ്കിൽ ആ തന്ത എത്ര പാവ കണ്ടില്ലേ വെച്ചാൽ പുറമേയുള്ളവരോട് അവർ നല്ല സൗമ്യമായിട്ട് സംസാരിക്കും. ഈ നോക്കുന്ന വ്യക്തിയോട് മാത്രമാണ് ദേഷ്യപ്പെടുള്ളൂ. ബാക്കി എല്ലാവരോടും നല്ല സൗമ്യമായിട്ട് സംസാരിക്കും. എനിക്ക് വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ എത്ര ദിവസമായി, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, ഇപ്പം എനിക്ക് പറ്റാത്തത് കൊണ്ടല്ലേ, എൻ്റെ ശാരീരിക സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഈ അത്രയും നന്നായി നോക്കുന്ന വ്യക്തി നോക്കണേ ഇല്ല, പാവം അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അവർക്ക് എന്തൊരു കഷ്ടമല്ലേ എന്നൊക്കെ ചിന്തിക്കും അല്ലേ. അപ്പോൾ പക്ഷേ നോക്കുന്ന വ്യക്തി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് നോക്കണം എന്നുള്ളത് നോക്കുന്ന വ്യക്തിക്കേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമാകുന്നത് വരെയും അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നത് വരെയും അവനവൻ്റെ ഇഷ്ടത്തിനും അവനവൻ്റെ സ്വാതന്ത്ര്യത്തിനും അവനവൻ്റെ ഇഷ്ടം പോലെ, അതായത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ജീവിച്ച് പോന്നിട്ടുള്ള പ്രായമുള്ള അച്ഛനോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്മയോ ആയിക്കോട്ടെ, ആരാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് പിന്നെ അവരുടെ മക്കൾ നോക്കുമ്പോൾ മക്കളോട് ദേഷ്യം തന്നെ ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, മക്കൾ ഇനിയിപ്പോൾ അച്ഛനും അമ്മയും പ്രായമായതല്ലേ, ഒറ്റയ്ക്കല്ലേ വെച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ വന്ന് താമസിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനും ഏതിനും കണക്കും കയ്യും കാര്യങ്ങളും ഉണ്ടാവും. ടി വി വെക്കാൻ പാടില്ല, ഫാൻ ഇടാൻ പാടില്ല, ഹീറ്റർ ഇടാൻ പാടില്ല. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു കറി വെച്ചു, അവർക്ക് ഇഷ്ടമുള്ള കറി മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതായത് അച്ഛനമ്മയ്ക്ക് ഇഷ്ടമുള്ള കറി മാത്രമേ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ എന്തെങ്കിലും രീതിയിൽ കറികൾ വെച്ച് കഴിഞ്ഞാൽ അതിന് ചീത്ത പറയും, സാധനങ്ങൾ ചിലവായി എന്ന് പറയും. ചുരുക്കത്തിൽ എന്താ വെച്ചാൽ എന്തിനും ഏതിനും ഒന്നും എടുക്കാൻ പാടില്ല, ഒന്നും തൊടാൻ പാടില്ല, ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ എത്ര നന്നായി നോക്കുന്ന, ഇട്ട് പോകാൻ പറ്റുന്നവർ ഇട്ട് പോകട്ടോ, അല്ലാതെ വേറെ കേസ്. അല്ലാത്തവരിപ്പോൾ എന്താ ചെയ്യുക, ഗതികേട് കൊണ്ട് നിൽക്കുക
തന്നെ അല്ലെങ്കിൽ നിന്ന് നോക്കുക തന്നെ ചെയ്യുള്ളൂ, വേറെ എവിടേക്കും രക്ഷപ്പെടാനായിട്ട്. ചിലവർക്ക് എങ്ങനെയൊക്കെ പോയാലും അത് തലയിലാവുന്ന പോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇത് നല്ല പ്രായമായവരെ നോക്കുന്നത് നല്ല ഏത് കാര്യങ്ങളും അവരുടെ തലയിലേക്ക് വരും. മക്കളേനായിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, പേരമക്കൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ അവനവൻ്റെ അച്ഛനമ്മമാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനമ്മമാർക്കായിക്കോട്ടെ, ആർക്ക് വന്നാലും ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളവർക്കാണ് അങ്ങനെ സംഭവിക്കുക കേട്ടോ. അപ്പോൾ അത് അവരുടെ തലയിലെടുത്താണ്, മാറ്റാൻ കൂട്ടിയാൽ പറ്റില്ല. കാരണം എങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല, ഇട്ടിട്ട് എറിഞ്ഞ് പോകാൻ പറ്റില്ല. അങ്ങനെ സ്വന്തം അച്ഛനമ്മയും നോക്കാതെ ഇട്ടെറിഞ്ഞ് പോണ മക്കളുണ്ട്, കാരണം ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുമ്പോൾ. അപ്പോൾ വീണ്ടും അച്ഛനമ്മ ഒറ്റയ്ക്കാവും. ചിലപ്പോൾ ഒരു ഹോം നേഴ്സിനെ വെച്ച് കൊടുക്കും, സാമ്പത്തികം ഉള്ളവരാച്ചാൽ ഒരു ഹോം നേഴ്സിനെ വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഹോം നേഴ്സിൻ്റെ ഇതിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ അവർ പഠിക്കും പാഠം, എന്നാലും മിണ്ടാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ സാധാരണക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഒരു ഹോം നേഴ്സിനെ വെക്കുക, ഒരു ആശുപത്രി ചിലവ് തന്നെ സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബില്ലായിക്കോട്ടെ, മെഡിസിൻ്റെ ബില്ലായിക്കോട്ടെ, നമുക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ ആ ലെവലിൽ ഒരു സാധാരണക്കാരന് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. സാമ്പത്തികം ഉള്ളവർക്കാണെച്ചാലും അവർക്ക് തന്നെ ബുദ്ധിമുട്ടാവും. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയണോ അല്ലേ. അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഹോം നേഴ്സിനെ വെക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമ്മളൊരു ഏജൻസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് വെക്കുമ്പോൾ അത്യാവശ്യം ചാർജൊക്കെ വരുന്നുണ്ട്. അപ്പം അതുപോലെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്യുക. അപ്പം നിർബന്ധ ബുദ്ധിയുള്ള അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഇട്ടെറിഞ്ഞ് പോകുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടെറിഞ്ഞ് പോകട്ടോ. അല്ലാത്തവർ ഞാൻ കടിച്ചു തൂങ്ങി നോക്കി നിൽക്കുള്ളൂ കേട്ടോ. അത് മനസ്സുള്ളവർക്ക് അങ്ങനെ നോക്കി നിൽക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലാത്തവർ ഇട്ടെറിഞ്ഞ് പോവും. അപ്പോൾ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകണ മക്കളാണെങ്കിൽ പോലും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പരമാവധി ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയണ പോലെ അത് കണ്ടിട്ടാണ് അത് തൊടാൻ പാടില്ല, ഇത് തൊടാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും. അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ചാൽ എനിക്ക് എൻ്റെ ഭർത്താവും മക്കളായിട്ട് ജീവിക്കുക, ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ വീട്ടിൽ എൻ്റെ സുഖ സൗകര്യത്തിന് ഞാൻ ജീവിക്കുക, പിന്നെ എനിക്കിവിടെ കടന്നിട്ട് ആട്ടും തുപ്പും കേൾക്കണമെന്ന് ചിന്തിച്ചിട്ട് പോകുന്നവരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ നിർബന്ധ ബുദ്ധികളും നമ്മുടെ ചിട്ടകളും ചിലപ്പോൾ എല്ലാം മാറ്റി വെക്കേണ്ടി വരും. കാരണം നമുക്കൊരാൾ വേണം. അപ്പോൾ ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എന്താ എപ്പോഴാണ് സംഭവിക്കാമെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം അടുത്ത് ഇന്നലെ ഞാൻ കേട്ടതാണ്, ഒരു അമ്മ, പ്രായമായ ഒരു അമ്മയെ നോക്കുന്നത് ഒരു മകനാണ്. ആ മകൻ ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് സ്ട്രോക്ക് പോലെ വന്നിക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു. അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ഇപ്പോൾ ട്യൂബൊക്കെ ഇട്ടിട്ടാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മകൻ കൂടെ ഉള്ളത് കൊണ്ടാണ് അത് അറിഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ ആരും അറിയില്ല, അങ്ങനെ തന്നെ കിടക്കും. ചിലപ്പോൾ നമ്മൾ മരണം കഴിഞ്ഞിട്ടായിരിക്കും കാണുക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേറെ സംഭവിച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാലഘട്ടങ്ങളാണ് ഇന്ന്. ആർക്കാണ് എന്താണ് എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കിട്ടിയത്, അവർ തന്ന ഭക്ഷണം ഉപ്പില്ല, പുളിയില്ല, എരിവില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറയാതെ കിട്ടിയത് എന്തും നമ്മൾ സന്തോഷത്തോടു കൂടി കഴിക്കുക. അതുപോലെ ഭക്ഷണം നമ്മൾ സന്തോഷത്തോടു കൂടി കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനമ്മമാരെ മക്കൾ നോക്കിയില്ല അതുകൊണ്ട് കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം അപ്പോൾ അങ്ങനെ പറഞ്ഞാലും പറയൂട്ടോ, എന്തൊക്കെ ചെയ്താലും അച്ഛനും അമ്മയിലെ നോക്കണം എന്ന് പറയും. പക്ഷേ അത് മനസ്സുള്ളവരെ ചെയ്യുള്ളൂ, മനസ്സില്ലാത്തവർ ചെയ്യില്ല. കാരണം ഇട്ടെറിഞ്ഞാൽ പോകാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇട്ടെറിഞ്ഞ് പോവുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതൊക്കെ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രായം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറുക വേണം. നമ്മളങ്ങനെ പെരുമാറിയ മാത്രമാണ് നമുക്ക് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ പണം ഉണ്ടായാൽ എന്തും ആവാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അത് നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ മാത്രമാണ് അങ്ങനെ ഉള്ളൂ. പണം ഉണ്ടെങ്കിൽ എന്തും ആവാം, അല്ലെങ്കിൽ ആരും വരും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ അയൽപ്പക്കത്ത് ഉള്ളവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വരും, നമ്മുടെ കൂടെ പച്ചക്കറി അരിയാൻ കൂടും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വെറുതെങ്കിലും വർത്തമാനം പറയാൻ വന്നിരിക്കും. ഇന്ന് ആരും അങ്ങനെ വരണില്ല. നമ്മുടെ മക്കൾ തന്നെ അവർക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വെക്കേഷൻ ആകുമ്പോൾ തന്നെ 4 ദിവസം വന്ന് നിൽക്കും. ആ വെക്കേഷനിൽ അവർ ടൂർ പോകാനായിട്ട് ശ്രമിക്കും. കാരണം അപ്പോഴേ അവർക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളാണ് ഇന്ന്. അപ്പോൾ നമുക്ക് പണം ഉണ്ട് വെച്ചിട്ട് നമുക്ക് ആരും വന്നോളണമെന്നില്ല. നമ്മൾ കൂലിക്ക് ഒരാളെ വെക്കുകയാണെങ്കിൽ പോലും എത്രയോ പേര് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, പണം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ പോലും ഒരാളെ കിട്ടാനില്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതുണ്ട്. അപ്പോൾ പണം ഉണ്ട് വെച്ചിട്ട് നമുക്ക് എന്തും ആവില്ല. നമുക്ക് ആളെന്നെ വേണം. സാമ്പത്തികം എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഒരു വ്യക്തിക്ക് സഹായത്തിനൊരു വ്യക്തി വേണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തി കൂടിയേ തന്നെ കഴിയില്ല. അത് പണം കൊണ്ട് നമുക്ക് ആരും വിലക്കെടുക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എത്ര പണം ഉണ്ടെങ്കിലും പോണ വഴി അറിയില്ല. ഒരു പനി വന്നാൽ മതി കേട്ടോ.
അപ്പോൾ സാമ്പത്തികം ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആ അഹങ്കാരം കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് കൂടി നമ്മളെല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാനായിട്ടെന്നല്ല, എല്ലാം ആലോചിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യവും അതുപോലെ നമ്മുടെ എന്തെന്നാ പറയുക, ഞാൻ എന്ന ഭാവവും നമ്മൾ കളഞ്ഞിട്ട് വേണം ജീവിക്കാൻ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ അത്ര കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ മക്കളാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രീതി നമ്മളവരോട് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് നമ്മൾ ജീവിക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പം മക്കൾ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറ്റം പറയാനായിട്ട് പറ്റില്ല. അതുപോലെ ചിലവർ ആ സ്വാതന്ത്ര്യം അതുപോലെ തൻ്റെ ഇടയ്ക്ക് ഉള്ള അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നവരുണ്ട്, വീട് വിട്ട് ഇറങ്ങി പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളുടെ നടക്കിൽ പോയിരിക്കുന്നുണ്ട്. അതൊന്നും മക്കൾ കൊണ്ടുപോയിട്ടിട്ടല്ല, അല്ലെങ്കിൽ മക്കൾ പറഞ്ഞയച്ചിട്ടല്ല, അവർ അവരുടേതായ ഒരു വാശി, ഒരു തരം പിടിവാശിയുള്ള അച്ഛനമ്മമാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിന് നമുക്ക് മക്കളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം രണ്ടും ഞാൻ തന്നെയാണ് പറയുന്നത്. കാരണം പ്രായമായ അച്ഛനും അമ്മേനെ നമ്മൾ നോക്കണ്ട എന്ന് പറയുന്നില്ല. അതുപോലെ പ്രായമായ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ മക്കൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ എല്ലാ ഇതുകൊണ്ടും നമ്മൾ ജീവിച്ചു, അല്ലെങ്കിൽ എല്ലാം നമ്മൾ കാര്യങ്ങളും നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ അതിനുള്ള ആരോഗ്യം നമുക്കില്ല, അതനുസരിച്ച് നമ്മൾ ജീവിച്ച് മതിയാവൂ. അപ്പോൾ മക്കൾ നോക്കിയില്ല എന്ന് പറയുന്ന അച്ഛനമ്മമാരെ മക്കൾ നോക്കിയില്ല എന്ന് പറയുന്ന ഇങ്ങനെയുള്ള അച്ഛനമ്മമാരെ നോക്കാത്തതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അടുത്തുള്ളവരായിക്കോട്ടെ മറ്റു ഉള്ളവരായിക്കോട്ടെ, കുറക്കെ ബഹളം കാര്യങ്ങളൊക്കെ കേട്ടാലും അടുത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയാം, കാരണം ആ മക്കൾ നോക്കണത് എങ്ങനെയാണെന്നുള്ളത് അറിയാം. എന്നാലും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന അച്ഛനമ്മമാരുണ്ട്. അതുപോലെ അവരെ കൊണ്ട് കൂട്ടിയേ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചും കൊണ്ട് നടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അപ്പിട്ടിട്ട് നടക്കുന്നവരുണ്ട്. കാരണം നടക്കുന്നോളം വീടുകളിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും വെറുപ്പും ചെടുപ്പൊക്കെ ഉള്ളവർ തന്നെയാണ്. അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ളവരാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോരുത്തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മനുഷ്യനല്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മക്കളാണെങ്കിൽ പോലും അച്ഛനും അമ്മേനെയും ചിലപ്പോൾ തിരിച്ച് പറഞ്ഞു എന്ന് വരും. അത് അവരുടെ മാനസിക വിഷമം, മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. നമുക്ക് എന്താ എങ്ങനെ സംഭവിക്കാമെന്ന് ഒരാൾക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയാണെന്നുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ നോക്കുമ്പോൾ ആ മക്കളെയും കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ അച്ഛനമ്മമാരും ജീവിക്കാനായിട്ട്. ബുദ്ധിയും ഓർമ്മയില്ലാത്തവരോട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഓർമ്മയൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സീ യു.